യുവരാജ് ഗോകുൽ ഇന്നലെ നമ്മൾ അവിടെ കണ്ട ഒരു ദൃശ്യം, വിഷ്ണുപ്രസാദ് പുണ്ടേൽ എന്ന ധനമന്ത്രിയെ ഓടിച്ചിട്ട് തെരുവിലൂടെ ഈ യുവാക്കൾ അടിക്കുകയാണ്. ഷേർ ബഹാദൂർ ദുബെ, മുൻ പ്രധാനമന്ത്രി, ഇപ്പോൾ അദ്ദേഹം സഖ്യകക്ഷി സർക്കാരിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മന്ത്രിയാണ്. അവർ രണ്ടുപേരുടെ അവരുടെ വീട് ആക്രമിച്ചെന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും ജനങ്ങളുടെ മർദ്ദനത്തിനിരയായി. ഇങ്ങനെ ഭരണാധികാരികൾ ജനങ്ങളാൽ തെരുവിൽ വെച്ച് കായികമായി ആക്രമിക്കപ്പെടുന്ന ദൃശ്യം ഒരർത്ഥത്തിൽ അത് ഭീതിജനകവുമാണ്, ഒരു അനാർക്കിയുടെ സൂചന കൂടിയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ, നേപ്പാളിൽ ഇത് സംഭവിച്ചു, മുമ്പ് ബംഗ്ലാദേശിൽ സംഭവിച്ചു. അവിടെ ഭരണമാറ്റം ഉണ്ടായി. അവിടെ പക്ഷെ ഭരണമാറ്റം ഉണ്ടായത് ആശാസ്യമായ ഭരണമാറ്റമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ശ്രീലങ്കയിൽ ഇത് സംഭവിച്ചു. സൗത്ത് ഏഷ്യയിലെ നമ്മുടെ അയൽ രാജ്യങ്ങളായ 3 രാജ്യങ്ങളിൽ, ഡെമോക്രസി ഉണ്ടായിരുന്ന 3 രാജ്യങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ ഒരു അപായ സൂചനയായി, മോബോക്രസിയുടെ അപായ സൂചനയായി, ജനം തെരുവിലിറങ്ങി കൈകാര്യം ചെയ്യുന്നതിന്റെ അപായ സൂചനയായി കാണുന്നുണ്ടോ? 3 അല്ല 4 എന്ന് പറയേണ്ടി വരും. അഫ്ഗാനിസ്ഥാനിലും അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അമേരിക്ക അവിടെ വിട്ടുപോകുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലും അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള 4 രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണത്തിനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ജനം തെരുവിലിറങ്ങി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾ തെരുവിലിറങ്ങി അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. അവിടെ നിലവിൽ നമുക്കറിയാം അവിടെ ഡെമോക്രസി എന്ന് പറയുന്ന ഒന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യൻ ഒരു മേഖലയിൽ ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ഒരു വലിയ ജനാധിപത്യ ശക്തിയായിട്ട് നിലനിൽക്കുന്നത്. പാകിസ്ഥാനിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പാകിസ്ഥാനിൽ ഭരണകൂടമൊന്നുമല്ല അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സൈന്യവും മറ്റ് ചില തീവ്രവാദ ശക്തികളും എല്ലാം കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഈ മേഖലയിൽ ജനാധിപത്യത്തിൻ്റെ വലിയൊരു ഫോഴ്സായിട്ട് നിലനിൽക്കുന്നത്. ഇതിനകത്ത് അട്ടിമറികളുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ തിയറികളും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പർട്ടിക്കുലർലി ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവിക്കലായിരുന്നില്ല. ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവിടെ ജനാധിപത്യമായി തിരഞ്ഞെടുത്ത് അത്യാവശ്യം പുരോഗമനപരം എന്ന് പറയുന്ന തലത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരി അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന സാഹചര്യവും അതിനുശേഷം അവിടെ സംഭവിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നേപ്പാളിൽ സംഭവിക്കുന്നു. നേപ്പാളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് 2 അഭിപ്രായം വരുന്നുണ്ട്. ഞാൻ നേപ്പാളിലെ വിഷയവും ഞാൻ ആദ്യം കരുതിയത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്, അല്ല എന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഫോഴ്സ് അതിനെ അട്ടിമറിക്കുന്നതാണെന്നാണ് കരുതിയത്. പക്ഷേ നമുക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമാണ്. കാരണം നേപ്പാളിലെ വിഷയം പ്രധാനമായിട്ടും ജെൻസി കിഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെൻസി ഒരു തലമുറ 1996 മുതൽ 2010 വരെ വരുന്ന ഒരു ജെൻസി തലമുറയാണ് അതിൻ്റെ പുറകിലായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാളിലെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 20% മുകളിലേക്ക് പോയിരിക്കുകയാണ്. നേപ്പാളിൽ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന തലമുറയിൽ പെടുന്ന ആൾക്കാരാണ്. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് നെപ്പോ കിഡ്സിനെതിരായിട്ടാണ്. അവിടെയുള്ള ഭരണവർഗമാവട്ടെ പ്രതിപക്ഷമാവട്ടെ എല്ലാവരും തന്നെ നെപ്പോ കിഡ്സ് എന്നുള്ള നിലയിൽ അവരുടെ സാമന്തന്മാർക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ പോലെ എല്ലാ തലത്തിലും അവരുടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. സാധാരണ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയില്ല, അവർക്ക് അവരുടെ രാജ്യം വിട്ടുപോവുകയും ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടിയും ക്ലാരിറ്റി ഉണ്ടാകേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയും വിദേശകാര്യ വകുപ്പാവട്ടെ അല്ല ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങളാകട്ടെ അതിനകത്ത് ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്ന ഒരു തലത്തിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. അത് മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് തിരിയുന്നതായിട്ടും നമ്മൾ ഇതുവരെ ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിലും നമ്മൾ കണ്ടു, അതൊക്കെ ചില വിഭാഗങ്ങൾക്കെതിരായിട്ട് തിരിയുന്നത് കണ്ടു. നേപ്പാളിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു നീക്കവും നമ്മൾ കണ്ടിട്ടില്ല. ഭരണകൂടം ഭരണവർഗം എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ മാത്രമായിട്ടാണ് അത് നിലനിൽക്കുന്നത്.